നിങ്ങൾ ഒരുപാട് പേര് കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് കമന്റ്സ് ഏകദേശം ഒരു 50+ കമന്റ്സ് ഒക്കെ ഉണ്ടായിരിക്കും. നമ്മൾ യൂട്യൂബിലായാലും അതുപോലെ ടെലഗ്രാമിലായാലും ഒക്കെ ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോ ഫിസിക്സിന്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആയിരുന്നു. ഓരോ ചാപ്റ്റർ സെലക്ട് ചെയ്തിട്ട് അതിൽ ഏതൊക്കെ ടോപ്പിക് പഠിക്കണം എന്നുള്ളതായിരുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഫ്രം കെമിസ്ട്രി. ഓരോ ചാപ്റ്റർ നമ്മൾ എടുക്കും, അതിന് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ടോപ്പിക്സ് ആണ് പറയാൻ പോകുന്നത്. ഇതുവഴി നിങ്ങൾക്ക് ഏകദേശം 650 മാർക്ക് കിട്ടുമ്പോൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ. കാര്യം PDF ക്രിയേറ്റ് ചെയ്യണം ആദ്യം, അതിനുശേഷം വീഡിയോ ഷൂട്ടിന് എഡിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കമന്റ് പ്രകാരമാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും തന്നെ ലൈക്ക് ചെയ്യുക, നിങ്ങൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് മോട്ടിവേഷൻ വീഡിയോസ്, MBBS വ്ളോഗ്സ്, നീറ്റ് കണ്ടന്റ്സ്, എല്ലാ കാര്യങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ആവശ്യമുള്ള കണ്ടന്റ്സ് നിങ്ങൾ കമന്റ് ചെയ്യുക, അതനുസരിച്ച് നമ്മൾ വീഡിയോ പ്ലാൻ ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും തന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ തരുന്നൊരു സപ്പോർട്ട് ലൈക്കാണ്. അപ്പൊ എല്ലാവരും തന്നെ മസ്റ്റ് ആയിട്ട് ലൈക്ക് ചെയ്യുക. കാര്യം നിങ്ങൾ ചോദിച്ചൊരു വീഡിയോ ആണിത്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പൊ എല്ലാവരും തന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഹൈ വെയിറ്റേജ് ടോപ്പിക്സ് ആണ്, ചാപ്റ്റർ വൈസ് ആണ്. ഈ ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ 650 കിട്ടും. ഇതിന്റെ PDF വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്താൽ മതി. കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്താൽ മതി. അത് ഞാൻ അതിന്റെ ലിങ്ക് കൊടുക്കാം. വാട്സ്ആപ്പ് ആകുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ആക്സസ് ചെയ്യാൻ പറ്റുമല്ലോ പെട്ടെന്ന്. റെഡി? കണ്ടിന്യൂ ചെയ്യുന്നതിന് മുന്നേ ഞങ്ങൾക്ക് മെമോനീറ്റിന്റെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ വീഡിയോന്റെ ലാസ്റ്റ്. അപ്പൊ അത് വരെ നിങ്ങൾ കാണാൻ, സ്കിപ്പ് ചെയ്യാതെ തന്നെ വാച്ച് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പൊ ലാസ്റ്റ് ടൈമിലേക്കൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുന്ന ഓരോ കാര്യങ്ങളാണത്. അപ്പോൾ സം ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രിയിൽ നിന്ന് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീരിയോ കെമിസ്ട്രി, അറ്റോമിക് മാസസ്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകും, കാര്യം ടൈം കുറവാണ്. അറ്റോമിക് മാസസ് ഒക്കെ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കുക, ചിലപ്പോൾ അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. സ്റ്റീരിയോ കെമിസ്ട്രി ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അറ്റോമിക് സ്ട്രക്ചർ എന്നുള്ള ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഫിസിക്സ് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ. ഈ ഒരു സംഗതി പഠിച്ചു പോയി കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതായത് ടോപ്പിക്സ് ഒക്കെ ഈ ഒരു ഏരിയയിൽ നിന്ന് തന്നെ വരുന്നത്. ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് വരിക. കാര്യം എന്ന് വെച്ചാൽ ഇതിൽ നിന്നൊക്കെ ആയിരിക്കും വരിക. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് ഒക്കെ അനലൈസ് ചെയ്തിട്ടാണ് ഈ ഒരു കാര്യം തയ്യാറാക്കിയിട്ടുള്ളത്. കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ, VSEPR തിയറി, മോളിക്കുലർ ഓർബിറ്റൽ തിയറി, വാലൻസ് ബോണ്ട് തിയറി, അയണിക് ആൻഡ് കൊവാലന്റ് ബോണ്ടിങ്, ബോണ്ട് പാരാമീറ്റേഴ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. തെർമോഡൈനാമിക്കിലാണെങ്കിൽ ലോ ഓഫ് തെർമോഡൈനാമിക് അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിന്റെ ബേസിൽ ഒരു ക്വസ്റ്റ്യൻ ഈ വർഷം ഷുവർ ആണ്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, പിന്നെ അതുപോലെ തന്നെ സ്പോണ്ടാനിറ്റി ഓഫ് ദി പ്രോസസ്, ആ കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കുക. സൊല്യൂഷൻസ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി, നിങ്ങൾക്കറിയാം കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ട് ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. കാര്യം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഓക്കെ, റൗൾസ് ലോ പഠിക്കണം. പിന്നെ ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻ, പിന്നെ മെത്തേഡ് ഓഫ് പ്രോസസിങ് കോൺസെൻട്രേഷൻ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ഇത് ഒക്കെ നോക്കാം. ഓക്കെ, ഇക്വിലിബ്രിയം, ആസിഡ് ആൻഡ് ബേസിനെ കുറിച്ചുള്ള എല്ലാ തിയറിയും കാര്യങ്ങളൊക്കെ പഠിക്കുക. ലാച്ചാറ്റിലെ പ്രിൻസിപ്പിൾ പഠിക്കുക, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ്. ഇതിൽ അയണൈസേഷൻ ഓഫ് ആസിഡ്സ് ആൻഡ് ബേസ് ആൻഡ് സോൾട്ട്, ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. പിന്നെ ഹൈഡ്രോളിസിസ് ഓഫ് സാൾട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ബഫർ സൊല്യൂഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ നോക്കുക. അതൊക്കെ ചെറിയ ചെറിയ ടോപ്പിക്സ് ആണ്. നിങ്ങൾ നോക്കി പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തീരും. ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ടോ തന്നെ 2-3 ചാപ്റ്റേഴ്സ് ഒക്കെ പഠിക്കാൻ പറ്റും. റെഡി? റിഡോക്സ് റിയാക്ഷൻ ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി, നേൺസ്റ്റ് ഇക്വേഷൻ, കണ്ടക്ടൻസ് ഓഫ് ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ, അതുപോലെ തന്നെ ഇലക്ട്രോ പ്ലേറ്റിംഗും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഈ ഒരു ഇതിന് പഠിക്കുക. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ വളരെയധികം ചാൻസ് കൂടുതലാണ്. ചോദിക്കും ചെയ്യും ക്വസ്റ്റ്യൻ. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാം. ഓക്കെ, അടുത്തത് കെമിക്കൽ കൈനറ്റിക് P ബ്ലോക്ക് കൊടുത്തിട്ടുണ്ട്. കെമിക്കൽ കൈനറ്റിക്സിൽ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ, അതിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻസ് പ്രോബ്ലംസ് അത് ചെയ്യുക. അരീനിക്സ് ഇക്വേഷൻസ്, ആ കാര്യങ്ങളൊക്കെ നോക്കുക. അതിന്റെ ബേസിലുള്ള പ്രോബ്ലംസ് ചെയ്യാം. P ബ്ലോക്ക് ഗ്രൂപ്പ് 16, 18 ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക. ഓക്കെ, D&F ലാൻഡ്രോയിഡ് കോൺട്രാക്ഷൻ ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾ എക്സാമിന് ചോദിക്കുന്ന കാര്യങ്ങളും കൂടി നോക്കാം. ഓക്കെ, എക്സാമിന് ചോദിക്കുന്ന ഏരിയാസ് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് അത് ഹൈലൈറ്റ് ചെയ്തിട്ട് ആ കാര്യം കൂടി നോക്കുക. ഈ ഒരു കാര്യം കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മസ്റ്റ് ആയിട്ട് നോക്കുക. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് കൂടുതലാണ്. പ്രീവിയസ് ഇയർ പേപ്പർ അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം തയ്യാറാക്കിയിട്ടുള്ളത്. കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോണ്ടിങ്, അതായത് വാലൻസ് ബോണ്ട് തിയറി, ക്രിസ്റ്റൽ ഫീൽഡ് തിയറി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ക്വസ്റ്റ്യൻ മസ്റ്റ് ആയിട്ട് ചോദിക്കും, പഠിക്കണം. നോമൻക്ലാച്ചർ, ഐസോമറിസം ഇമ്പോർട്ടൻ്റ് ആണ്. നോമൻക്ലാച്ചർ ഒന്നും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, പക്ഷേ ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയാണ് ഇതിൽ നിങ്ങൾ നന്നായിട്ട് നോക്കേണ്ടത്. ജനറൽ ഓർഗാനിക് കെമിസ്ട്രി, റിയാക്ഷൻ മെക്കാനിസം മസ്റ്റ് ആണ്. ഇന്റർമീഡിയറ്റ്സ് എല്ലാം പഠിക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക. നോമൻക്ലാച്ചറിന് ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആണ്, ആയിട്ട് ചോദിക്കും. അതുപോലെ തന്നെ ഐസോമറിസത്തിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കാം. ഇതിൽ ഇൻ ടോട്ടൽ ഇതിൽ നിന്ന് ഏകദേശം 4 ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, ഹൈഡ്രോകാർബൺ ഓസോണോലൈസിസ് ഇമ്പോർട്ടൻ്റ് ആണ്. സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്. കാര്യങ്ങളൊന്നും ഇല്ല, നോക്കാൻ പെട്ടെന്ന് തീരും. കൺഫർമേഷനിൽ ഐസോമറിസം, പിന്നെ ഹൈഡ്രോകാർബണിൽ നെയ്മിഡ് റിയാക്ഷൻസ് എല്ലാം പഠിക്കണം. ഓക്കെ, അതിലുള്ള NCERT എല്ലാ റിയാക്ഷൻസും നോക്കാം. പിന്നെ ആൽക്കഹോൾസിൽ നെയ്മിഡ് റിയാക്ഷൻസ് എല്ലാം നോക്കുക, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ട് ചോദിക്കും. കാര്യം ഓർഗാനിക് കെമിസ്ട്രിയിൽ 40% ഓർഗാനിക് കെമിസ്ട്രി എന്നായിരിക്കും കെമിസ്ട്രിന്റെ ഏരിയയിൽ നിന്ന്.
aldol condensation, aldehyde ketones and carboxylic acid aldol condensation, Cannizzaro reaction, nucleophilic addition reaction, distinguishing test. ഇതെല്ലാം പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 5 ക്വസ്റ്റ്യൻ ഇതിൽ ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. 5 to 6 മനസ്സിലായോ? ചിലപ്പോൾ 7 8 വരാം. ഓക്കെ, അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. റെഡി. അമീൻസിൽ ഡയസോണിയം സോൾട്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഏരിയസും കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ PDF ഞാൻ നേരെ എന്ത് ചെയ്യും, നമ്മുടെ ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് PDF ടെലഗ്രാം ചാനലിൽ നോക്കാം. പിന്നെ നിങ്ങൾക്ക് എന്ത് സംശയങ്ങളോ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിൽ നമ്മുടെ ഡിസ്കഷൻ ഗ്രൂപ്പ് ഉണ്ട്, അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കിട്ടും. അതിന്റെ ലിങ്ക്, എല്ലാ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ എന്താ പറയാ, ഇത്ര നല്ലതേ പറയാനുള്ളൂ. പിന്നെ പറയാനുള്ളത് മെമോനിറ്റിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പോൾ എല്ലാം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ ഒരു കാര്യം കൂടി കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാസ്റ്റിലേക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. മെമോനീറ്റിൽ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം ലാസ്റ്റ് 20 ദിവസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവരുടെ പ്ലാൻ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ആക്റ്റീവ് റിവിഷൻ നടത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെമോനീറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഈ ബയോളജിയിൽ എന്തൊക്കെ അവർ പ്രൊവൈഡ് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ലാസ്റ്റ് ടൈമിലൊക്കെ നിങ്ങൾക്ക് ഒരുപാട് റിവിഷനാണ് വേണ്ടത്. അപ്പോൾ റിവിഷന് വേണ്ടിയിട്ട് ക്വിക്ക് നോട്ട്സ് ഉണ്ട്. ക്വിക്ക് നോട്ട്സ് വഴി കളർഫുൾ മൈൻഡ് മാപ്പ്, ടാബ്ലറ്റ്സ്, ഫ്ലോ ചാർട്ട്, ഈ ഒരു രീതിയിലായിരിക്കും അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നോക്കി കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് ഐഡിയ കിട്ടും അങ്ങനെ പഠിക്കണം എന്നുള്ളത്. എല്ലാതും NCERT ബേസ്ഡ് ആണ്, PYQ മാർക്കഡ് ആണ്. PYQ മാർക്ക് എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിച്ച ഏരിയ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടുമല്ലോ. പിന്നെ 15 മിനിറ്റ് കൊണ്ട് ഫുൾ ചാപ്റ്റർ തീരും. അങ്ങനെ ആ രീതിയിലാണ് അവർ സെറ്റ് ആക്കിയിട്ടുള്ളത്. ഇങ്ങനത്തെ ഓരോ ടാബ്ലറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 15 മിനിറ്റ് കൊണ്ട് ഒരു ചാപ്റ്റർ തീരും ചെയ്യും. ഓക്കെ, ഫിസിക്സിനാണെന്നുണ്ടെങ്കിൽ ക്വിക്ക് നോട്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. PYQസിന്റെ ബേസിലാണ് അവർ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, പിന്നെ ബ്രഹ്മസ്ത്ര റിവിഷൻ പത്രിക ഞാൻ പറഞ്ഞതാണ്. റിവിഷൻ ആണെങ്കിൽ ലാസ്റ്റിലേക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കാര്യം കുറച്ച് ദിവസമുള്ള ലാസ്റ്റ് 20 days ആണ്. അപ്പോൾ ഈ കെമിസ്ട്രിയും ഫിസിക്സും ഫുൾ ചാപ്റ്റർ അവർ കവർ ചെയ്തിട്ടുണ്ട് ഈ ഒരു കാര്യത്തിൽ ബ്രഹ്മസ്ത്ര റിവിഷൻ പത്രികയിൽ. അപ്പോൾ അവരെന്തൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ഈ 1 pages ആയിട്ട് മൈൻഡ് മാപ്പ് കൊടുത്തിട്ടുണ്ട്, വെയിറ്റേജ് ബേസ്ഡ് ഹൈലൈറ്റ്, അതായത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മനസ്സിലായി, വെയിറ്റേജ് ബേസ്ഡ് ഹൈലൈറ്റ് കൊടുത്തിട്ടുണ്ട്. വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ ഹൈ വെയിറ്റേജ് ഈൽഡിങ് ടോപ്പിക്സ് കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ അതുപോലെ തന്നെ എല്ലാ ചാപ്റ്റർ കഴിഞ്ഞാൽ 30 കോൺസെപ്റ്റിൽ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് അതിൽ കിട്ടും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് സെറ്റ് ആക്കാൻ പറ്റും. പിന്നെ ഈ ക്വിക്ക് നോട്ട്സിനും ഈ ഒരു സാധനത്തിനും ക്വിക്ക് നോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ ബയോളജി ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ബ്രഹ്മസ്ത്ര റിവിഷൻ പത്രികക്കും ലൈറ്റ് പ്ലാനിലുണ്ട്. അത് 30K പ്ലസ് PYQസും കിട്ടും. അതുപോലെ തന്നെ ഫ്ലാഷ് കാർഡ്, ഫോർമുലാസ്, DPPs എല്ലാ കാര്യം നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റ് പ്ലസ് ബ്രഹ്മസ്ത്ര ടെസ്റ്റ് സീരീസ് ഉണ്ട്. ആ രീതിയിലും നിങ്ങൾക്ക് സെറ്റ് ആക്കാൻ പറ്റും, പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് 10 ഫുൾ ടോപ്പിക് ടെസ്റ്റ് ഉണ്ട്, 26 പാർട്ട് ടെസ്റ്റ് ആണുള്ളത്. അതിൽ വിർച്വൽ OMR ഫീച്ചർ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മിസ്റ്റേക്ക് നിങ്ങൾക്ക് എല്ലാം ട്രാക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് സെറ്റ് ആക്കി തരും, ഏതൊക്കെയാണ് നിങ്ങളുടെ മിസ്റ്റേക്ക് എന്നുള്ളത്. അതുപോലെ തന്നെ ഡീറ്റെയിൽഡ് വീഡിയോ സൊല്യൂഷൻസ് ഉണ്ട്. ജസ്റ്റ് 599 രൂപക്ക് മാത്രം നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും, കിട്ടും എന്നുള്ളതാണ്. ജസ്റ്റ് 599 രൂപക്ക് നിങ്ങൾക്ക് ഈ ലാസ്റ്റ് ടൈമിലേക്കൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ അവർ ബുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൺലി NTA PYQ ബുക്ക് എന്നാണ് ബുക്കിന്റെ പേര്. ചാപ്റ്റർ വൈസ്, ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസിന്റെ നിങ്ങൾക്ക് QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ സൊല്യൂഷൻ കിട്ടും. 2019 മുതൽ 24 വരെയുള്ള നീറ്റ് പേപ്പേഴ്സ് ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് 799 രൂപേന്റെ താഴെയാണ്, അണ്ടർ 799 രൂപയാണ് വരുന്നത് ഈ 3 സാധനത്തിനും, 3 ബുക്കിനും വരുന്നത്. ഓക്കെ, ഞാൻ ഈ പറയുന്ന 4 കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നീറ്റ് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. കാര്യം ക്വിക്ക് നോട്ട്സ്, ബ്രഹ്മസ്ത്രന്റെ കാര്യങ്ങൾ, ടെസ്റ്റ് സീരീസ് ഉണ്ട്. അതുപോലെ തന്നെ ബ്രഹ്മസ്ത്ര റിവിഷൻ പത്രിക കുറച്ച് കാര്യങ്ങളുണ്ട്, മോക്ക് ടെസ്റ്റുകൾ, PYQs, ഇതെല്ലാം നിങ്ങൾ സെറ്റാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് ഒരു 680+ ഒക്കെ സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അവരുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഷാഹിദ് 20 എന്നുള്ള കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കുന്നതാണ്. ഇത്ര കാര്യങ്ങളെ പറയാനുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താ പറയുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. കെമിസ്ട്രിയിൽ ഏതൊക്കെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്നൊക്കെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. നേരെ ടെലഗ്രാമിൽ പോവുക, PDF എടുക്കുക, അല്ലെങ്കിൽ നേരെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. സോ ഉഷാറായിട്ട് പഠിക്കാം. ഓൾ ദി ബെസ്റ്റ് ഗൈസ്.